ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളുടെ പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള, അതായത് പ്രിന്റഡ് മീഡിയാസിലും അതുപോലെ ഇലക്ട്രോണിക് മീഡിയാസിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ലിയോ 14 മാർപ്പാപ്പ നടത്തിയൊരു പ്രഖ്യാപനമാണ്. അതിനെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയും. അതിൻ്റെ സത്യം എന്താണ്, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു പരമ്പരയാണ് ഞാൻ ഇന്നിവിടെ ആരംഭിക്കുന്നത്. അതായത് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെന്ന് പറയുന്നത്, മറിയ സഹരക്ഷകയല്ല, സഹമധ്യസ്ഥയല്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. അതിന് വിശദാംശങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടാവുകയാണ്. അതിനെ അനുകൂലിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പല വ്യക്തികളും നടത്തുന്നുണ്ട്. റീറീഡിങ്, അതുപോലെ റീഇൻറ്റർപ്രിട്ടേഷൻ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാര്യം, ആരാധനയെന്ന് പറയുന്നത് അവനവൻ ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യമല്ല. ക്രിസ്തീയതയ്ക്ക് ഒരു ചട്ടക്കൂടുണ്ട്. അത് മനുഷ്യൻ നിർമ്മിച്ചതല്ല, ദൈവം തന്നെ അത് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം. അപ്പോൾ അത് എന്താണ് എന്ന് പഠിക്കുക സത്യവിശ്വാസിയുടെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകളായി പെന്തക്കോസ്തുകാർ മറിയയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ മറിയ വണക്കം സത്യമല്ല, അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചിന്തകൾക്ക് അനുസാരമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊക്കെ പെന്തക്കോസ്തുകാരുടെ പുതിയ കണ്ടെത്തലുകളാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിളിൽ നിന്ന് വേറിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് സത്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലരുടെയും കണ്ണിൽ പൊടിയിട്ട് ഇവിടെയുള്ള പട്ടത്ത സഭകളിൽ പ്രധാനപ്പെട്ട കാത്തലിക്ക്, അതുപോലെ ഓർത്തഡോക്സ്, പാത്രിക്കസ് വിഭാഗങ്ങളൊക്കെ മറിയയ്ക്ക് വണക്കവും സ്തുതിയും ഒക്കെ കൊടുത്ത് പോകുന്ന രംഗങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അതാണല്ലോ കാര്യം. ഞാൻ പറഞ്ഞതോ മറ്റൊരാൾ പറഞ്ഞതോ, അല്ലെങ്കിൽ ഒരു സഭാസ്ഥാനീയൻ പറഞ്ഞതോ, ഒരു സിനഡ് തീരുമാനിച്ചതോ, ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിലുള്ളതോ, ഏതെങ്കിലും ഒരു കഥകളിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കഥാരൂപത്തിലോ നിർമ്മിത കഥകളിലോ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല നാം വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നാം തിരിച്ചറിയണം. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞത് എന്താണ് എന്ന് ഞാനൊന്ന് പറയാം. അതായത്, മറിയ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചതായി പരാമർശിക്കരുതെന്ന് ലിയോ 14 മാർപ്പാപ്പ കത്തോലിക്കരോട് പറഞ്ഞു. അല്ലെങ്കിൽ തൻ്റെ അധികാരപരിധിയിലുള്ള കത്തോലിക്കരാണല്ലോ. അതുകൊണ്ട് മറിയയ്ക്ക് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ ചാർത്തി കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഓർക്കണം, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് അദ്ദേഹം. അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ പദവിയിലേക്ക് വന്ന ആദ്യ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കത്തോലിക്കർ വളരെ കാര്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു ചരിത്രവും സംവിധാനവും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. മറിയ എന്ന് പറയുന്നത് വിശ്വാസികളുടെ അമ്മയാണെന്ന പ്രയോഗം ഒക്കെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഈ ഒരു സംഭവം ഉണ്ടായി. അല്ലെങ്കിൽ മറിയയുടെ ഭക്തർ, അല്ലെങ്കിൽ മറിയ ഭക്തർ മറിയയെ സഹരക്ഷികയായി പ്രഖ്യാപിക്കണം എന്ന മുറവിളി കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയയെ സഹരക്ഷകയായിട്ട് കണക്കാക്കുന്നതിൽ അല്പം എതിരില്ലാത്ത ആളായിരുന്നു. എന്നാൽ ബെനഡിക്റ്റ് 16 അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ ഈ പറയുന്ന മറിയയെ സഹരക്ഷകയായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ വിമുഖതയുള്ളവരായിരുന്നു. അല്ലെങ്കിൽ സഹമധ്യസ്ഥയും ഒക്കെയായിട്ട് അവിടെ സ്ഥാനീയയാക്കുന്നതിന് അവരെതിരുള്ളവരായിരുന്നു. എന്നാൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നെങ്കിലും
നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിയമിതനായിട്ടുള്ള ലിയോ 14 മാർപ്പാപ്പ, അദ്ദേഹം ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പൊ റോമിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം, വത്തിക്കാനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ അത് ലോക കത്തോലിക്കരെ മാത്രമല്ല, മറിയവണക്കം നടത്തുന്ന എല്ലാ വിഭാഗങ്ങളെയും ഇത് ആശങ്കാകുലരാക്കുന്നതാണ്. അപ്പോൾ ചില അച്ഛന്മാരുടെയും കത്തോലിക്ക അച്ഛന്മാരുടെയും മറ്റും പ്രഭാഷണങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ട ഒരു കാര്യം, ഒരു കത്തോലിക്ക ധ്യാനഗുരു ആയിരിക്കുന്ന ഒരു മധ്യവയസ്കനായ ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. മറിയയ്ക്ക് ആരാധന കൊടുക്കുന്നെങ്കിൽ ആ ആരാധന പിശാചിനുള്ള ആരാധനയാണ്. മാത്രമല്ല, കത്തോലിക്കയിലെ മറ്റൊരു അച്ഛൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രസംഗമധ്യേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ, അല്ലാതെ മറിയ എന്ന് പറയുന്നത് ഈ പറയുന്ന യേശുവിനോട് കൂടിയുള്ള സഹരക്ഷകയല്ല. അപ്പോൾ അങ്ങനെ വന്നാൽ യേശുക്രിസ്തുവിന്റെ രക്ഷാകർതൃത്വത്തിന് നമ്മൾ വില കൊടുക്കാതെ വരുമെന്നൊക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് കത്തോലിക്ക അച്ഛന്മാർ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, റോമിൽ നിന്ന് അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് ലഭിച്ച കൽപ്പന ഇതാണ്, അല്ലെങ്കിൽ ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിരുസംഘത്തിന്റെ DDF എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. അപ്പോൾ ആ പ്രഖ്യാപനം നടത്തുവാനുണ്ടായ പശ്ചാത്തലം എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മറിയയെക്കുറിച്ച് കാത്തലിക്സ് പഠിപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ്, ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ തുടരുന്ന ഈ എപ്പിസോഡുകളിൽ വിശദാംശങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ പൊതുവിലൊന്ന് പറയുകയാണ്. ഒന്നാമതായിട്ട് AD 431 മറിയ ദൈവത്തിന്റെ അമ്മയാണെന്ന് പഠിപ്പിച്ചു. ഇനിയും 2, AD 649 മറിയ നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു. 649. 3, AD 1854 മറിയ അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു. 4, AD 1950 മറിയ സ്വർഗാരോഹതിയാണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഈ 4 പഠിപ്പിക്കലുകൾ മറിയോളജി സംബന്ധിച്ച്, അതായത് തിയോളജിയുടെ വിഭാഗങ്ങളിൽ ഒന്നാണ് ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ തിയോളജിയുടെ വിഭാഗങ്ങൾ ഒരിടത്ത് പോലും കാണാത്ത ഒന്നാണ് മറിയോളജി എന്ന് പറഞ്ഞാൽ, അത്ര പ്രാധാന്യത്തോടെ ഒത്തിരി പഠിപ്പിക്കലുകൾ മറിയയെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു കാത്തലിക് വിഭാഗം അനുസരിച്ച് ഒരു മറിയോളജി അല്ലെങ്കിൽ മറിയശാസ്ത്രം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തെക്കാൾ കൂടുതലായി മറിയയെക്കുറിച്ച് പറയുവാനും, മറിയയോട് പ്രാർത്ഥിക്കുവാനും, അല്ലെങ്കിൽ മറിയയുടെ മധ്യസ്ഥത തേടുവാനും, മറിയയ്ക്ക് വണക്കം കൊടുക്കുവാനൊക്കെയുള്ള തീവ്രത നിങ്ങൾ ചില പട്ടത്ത സഭകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ 4 പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മറിയോളജിയുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1950 മറിയ സ്വർഗാരോഹതിയാണെന്ന് പഠിപ്പിച്ചു. ഞാനതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങൾ പറയാം. 1950 നവംബർ 1 ആണ് ഈ ഒരു പഠിപ്പിക്കൽ, അല്ലെങ്കിൽ സ്വർഗാരോഹതയാണ് എന്ന് പറയുന്ന ആ പഠിപ്പിക്കൽ നടത്തിയത്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം പുറത്തു വന്നത്. അതിൻ്റെ 75 വർഷം പൂർത്തിയാകുന്നതാണ് ഈ 2025. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും അതുപോലെ സംവാദങ്ങളും ഒക്കെ കത്തോലിക്ക സഭയിൽ മിക്ക സ്ഥലങ്ങളിൽ നടന്നുകൊണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ആസ്ഥാനമായ വത്തിക്കാനിൽ പോപ്പിന്റെ അധീനതയിലുള്ള ആ സിനഡിലുമൊക്കെ ചർച്ചകൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ മറിയ സഹരക്ഷകയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു ആഗോള ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ഡിക്രി ആയിട്ട്, ഒരു കൽപ്പനയായിട്ട് ഇത് മാറി വെളിയിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടെ അല്ലാതെ ആരും രക്ഷപ്പെടുകയില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ആണ് ഈ പറയുന്ന ലിയോ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിൽ കൂടി വെളിയിൽ വന്നിരിക്കുന്നത് എന്നാണ് നാം അറിയേണ്ടത്. അപ്പോൾ മറിയ
സഹരക്ഷക എന്ന് പറഞ്ഞാൽ യേശു ഏകരക്ഷകൻ എന്ന ഉപദേശത്തിൽ തെറ്റുപറ്റും എന്ന് ഒക്കെയാണ് കത്തോലിക്കൽ അച്ഛന്മാർ തന്നെ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിന് ശേഷം ചില സ്ഥലങ്ങൾ പ്രസംഗിച്ചത്. എന്ന് പറഞ്ഞാൽ മറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി അറിയാമല്ലോ, അതിൽ ഒന്നാണ് വേളാങ്കണ്ണി എന്ന് പറഞ്ഞത്. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ ഈ DDF വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന വത്തിക്കാനിൽ നിന്നുള്ള, അല്ലെങ്കിൽ അവർ തിരുസംഘം എന്ന് പറയുന്ന അതിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറയുന്ന ആ സമയത്ത് ആണ് കത്തോലിക്കയിലെ അച്ഛൻ അവിടെ ആ പ്രസംഗപീഠത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്, മറിയ സഹരക്ഷക എന്ന് പറഞ്ഞാൽ യേശു ഏകരക്ഷകൻ എന്ന ഉപദേശത്തിൽ തെറ്റുപറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സുബോധം ഒക്കെ വരുന്നത് വളരെ നല്ലതാണ്. നാളുകളായിട്ടും വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായിട്ടും പെന്തക്കോസ്തർ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മറിയയോ മറ്റ് വിശുദ്ധന്മാരെയോ ആരാധിക്കുന്നത് സത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ നെഞ്ചും നെറ്റിയും കാണിച്ച് എതിർക്കുവാനും ആ പ്രസംഗത്തെയും അല്ലെങ്കിൽ ആ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്തെയും ഒക്കെ പ്രശ്ന കലുഷിതമാക്കുവാനും തുടങ്ങിയ വിഭാഗങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മറിയ സഹരക്ഷകയല്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രയോഗം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് മറിയയ്ക്ക് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ ചാർത്തി കൊടുക്കരുത് എന്ന് ലിയോ 14 മാർപ്പാപ്പ കത്തോലിക്കരോട് പറഞ്ഞത്. അപ്പോൾ ആവശ്യമില്ലാത്ത, മറിയയ്ക്ക് യോജ്യമല്ലാത്ത കുറെ അപദാനങ്ങൾ മറിയയെക്കുറിച്ച് പറഞ്ഞു പിടിപ്പിക്കരുത്, അത് തെറ്റാണ് എന്ന് പറയുന്നത് ആ ഒരു നേരെയുള്ള സത്യങ്ങളിലേക്കുള്ള ഒരു പാത തുറക്കുന്ന പ്രഖ്യാപനമായിരുന്നു ഈ പറയുന്ന ലിയോ 14 മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ DDFന്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം മറിയയെക്കുറിച്ച്. അതാണ് മറിയ സകല കൃപയുടെയും മധ്യസ്ഥയാണെന്ന പ്രയോഗം. അപ്പോൾ ഇതെല്ലാം അല്പം വിശുദ്ധ ബൈബിളിലെ പ്രമേയത്തിനും അതുപോലെ വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിനും ഒക്കെ എതിരായിട്ടുള്ള ചില പ്രയോഗങ്ങളും മാത്രമല്ല, വിശുദ്ധ ഉപദേശത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ നേർരേഖയുള്ള ഉപദേശത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റവും നടത്തുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ മറിയ സകല കൃപയുടെയും മധ്യസ്ഥയാണ് എന്ന് പറയുമ്പോൾ മറിയയ്ക്ക് എന്താണ് പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എന്താണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശുദ്ധ ബൈബിൾ മറിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയുന്നതും വളരെ അഭികാമ്യമാണ്. ഇനി കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് അത് ആരാധനയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ലത്തീൻ ഭാഷയിൽ ലാട്രിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പോൾ ആരാധനയ്ക്ക്. ഇനി മറിയയ്ക്ക് കൊടുക്കുന്നത് വെനറേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഓണർ മാത്രമാണ്, ബഹുമാനം മാത്രമാണ്, ആദരം മാത്രമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മറിയയ്ക്ക് അല്ലെങ്കിൽ മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് അതിന് മലയാളത്തിൽ പറയും, ലാറ്റിനിൽ അത് ഹൈപ്പർഡൂലിയ എന്ന് പറയും. അപ്പം ഡൂലിയ എന്ന വാക്ക് ഗ്രീക്കിലെ ഡോലിയ എന്ന് പറയുന്നത് DOULEIA എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് വന്നാണ്. അതിന് സർവീസ് എന്ന് അർത്ഥമുണ്ട്, അതുപോലെ സ്ലേവറി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡൂലിയ എന്ന് പറയുന്ന ആ പദം വെറും വണക്കം മാത്രമാണ്, അല്ലെങ്കിൽ ഹൈപ്പർ ഡൂലിയ എന്ന് പറയുന്നത് അത് അതിവണക്കം മാത്രമാണ് എന്നുള്ള മലയാളത്തിലെ ചില വാക്കുകൾ വെച്ച് പറയുമ്പോൾ നിങ്ങളതിന്റെ വാക്കിന്റെ വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്കിന്റെ വഴിയിൽ സർവീസ് എന്നുള്ള ഉണ്ട്, എന്നാൽ അതിലും കൂടിയതാണ് സ്ലേവറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടിമത്തം, അടിമയായിട്ട് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന, അറിയാമല്ലോ അടിമ വെക്കുന്ന പരിപാടികളൊക്കെ ഈ കാത്തലിക് അതുപോലെ ഓർത്തഡോക്സ് വിഭാഗങ്ങളുള്ള ചില പള്ളികളിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, എൻ്റെ അനുവാചകർക്കും എന്ന് അറിയാമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള 100% വിധേയപ്പെട്ടു കൊടുക്കുന്ന, എന്ന് പറഞ്ഞാൽ യാതൊരു അധികാരവും കയ്യിൽ വെക്കാതെ ആരാണോ യജമാനൻ, ആ യജമാനന്റെ കയ്യിൽ 100% അദ്ദേഹത്തിന്റെ ഇംഗിതം മാത്രമേ നടക്കാൻ ഒക്കൂ. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഡൂലിയ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മറ്റ് വിശുദ്ധർക്ക്
അല്ലെങ്കിൽ മറ്റു വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളവർക്കൊക്കെ വെറും ഡൂലിയ മാത്രമാണ്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. ഡൂലിയ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. ഇനിയും യശശരീരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പഠിപ്പിച്ചത് ആദ്യ വണക്കം യോസേഫ് പിതാവിന് കൊടുക്കണമെന്നാണ്. അതിന് പ്രോട്ടോഡൂലിയ എന്നാ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും വണക്കം കൊടുക്കുക. എന്തിനാണ് എല്ലാവർക്കും വണക്കം കൊടുക്കുവാൻ പറയുന്നത്? അപ്പോൾ നമ്മളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭാസ്ഥാനീയനാണോ, ഏതെങ്കിലും ഒരു സഭാ സംഘമാണോ, അല്ലെങ്കിൽ ഏതൊരു സഭയുടെ അതിൻ്റെ സിനഡാണോ ഈ ഉപദേശം സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ ഉപദേശം എന്താണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ തീരുമാനിച്ച ഉപദേശം അത് ദൈവം കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതൊക്കില്ല. കാര്യം നമ്മളല്ലല്ലോ നേതാവ്, ദൈവം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം, വേർഡ് ഓഫ് ഗോഡ് ആണ്. അപ്പോൾ സോളാ സ്ക്രിപ്ചുറ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ മാത്രമേ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് വിശ്വസിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സത്യവും അതിന്റെ പ്രമേയവുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വരാത്തടത്തോളം കാലം പാരമ്പര്യങ്ങളും അതുപോലെ കഥാരൂപങ്ങളും ചിലരുടെ സ്വപ്നങ്ങളും ചിലർ പറഞ്ഞു പഠിപ്പിക്കുന്ന നിർമ്മിത കഥകളും അതുപോലെ ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് വെളിയിൽ വരുന്ന പലതും നമ്മളത് വിശുദ്ധ ഉപദേശമായിട്ട് അംഗീകരിച്ച് വെച്ച് നോക്കൂ. അപ്പോൾ അവിടെ വരുമ്പോഴാണ് വലിയ അബദ്ധമുണ്ടാകുന്നത്. അങ്ങനെ പലരുടെയും സിദ്ധാന്തങ്ങളും പല പഠിപ്പിച്ചതും പലരും തീരുമാനിച്ചതും ഒക്കെ വെച്ച് വന്ന് ഒടുവിൽ ഇപ്പോൾ എല്ലാം വിശുദ്ധന്മാരായിട്ട് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധന്മാരുമായിട്ടൊക്കെ തീരുകയാണ്. അപ്പോഴും മറൊരു ചോദ്യമുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യന് ഒരു കൗൺസിൽ കൂടി അല്ലെങ്കിൽ ഏത് സംഘമാണോ അതിന്റെ സിനഡ് കൂടി ഒരാളെ വാഴ്ത്തപ്പെട്ടവരായിട്ട് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും? രണ്ട്, ഒരാളെ സാമാന്യ മനുഷ്യൻ എങ്ങനെയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്? അതിനുള്ള അതോറിറ്റി എവിടെ നിന്നാണ് ലഭിച്ചത്? അപ്പോൾ ഇത് തന്നെ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് കണ്ട് നാളെ മരിച്ചു പോകുന്ന മനുഷ്യൻ ഒരുത്തന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ അറിയും അദ്ദേഹം വിശുദ്ധനാണോ അല്ലയോ? ഇനി രണ്ട്, അറിഞ്ഞാൽ തന്നെ ഒരുത്തന്നെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുവാൻ, സ്ഥിരീകരിക്കുവാൻ നമ്മൾക്ക് ആരാണ് അവകാശം തന്നത്? അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് കാത്തലിക് ചർച്ച് ആയാലും കൊള്ളാം, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ആയാലും കൊള്ളാം, ഗോത്തിക് ഓർത്തഡോക്സ് ചർച്ച് ആയാലും കൊള്ളാം, അർമേനിയൻ പാത്രിക്കീസ് ആയാലും കൊള്ളാം, അതുപോലെ പാത്രിക്കീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിറിയൻ പാത്രിക്കീസ് ആയാലും കൊള്ളാം, ആരുമാകട്ടെ, ഗോത്തിക് പാത്രിക്കീസോ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആൾക്കാരോ ഇനി ഈവൻ പെന്തക്കോസ്തുകാരോ ബ്രദറുകാരോ ആരുമാകട്ടെ, അവരൊരു സിനഡ് കൂടി ഇന്നയാളെ വിശുദ്ധരായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമല്ലേ? കാരണം നമുക്ക് ഒരാളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠരാണെന്ന് ബൈബിളിലുണ്ട്. പക്ഷേ അത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കാർക്കും ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ടോ വിശുദ്ധനല്ലെന്നോ പ്രഖ്യാപിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഇനി നിങ്ങൾ ഒരു വേള കേട്ട് കാണുമായിരിക്കാം, എൻ്റെ അനുവാചകർ ചിലപ്പോഴെങ്കിലും കേട്ട് കാണുമായിരിക്കാം, അതായത് ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോപ്പിന്റെ തെറ്റിക്കൂടായ്മ. ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് മാറ്റാനൊക്കില്ല, മാറില്ല എന്നാണ്. പക്ഷെ മാറ്റിത്തട തെളിവുകളുണ്ട്. മുൻ പോപ്പന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ള, ഇവിടെ കേരളത്തിൽ പലരും ആരാധിക്കുന്ന ഗീവറീസ് അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഗീവറീസ് സഹദ എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഗീവറീസ് എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരള സന്ദർശനത്തിന് ആദ്യമായിട്ട് വരുന്ന കാലത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഗീവറീസിന്റെ വിശുദ്ധന്മാരുടെ തസ്തികയിൽ തരം താഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന ആരാണ്ട് അദ്ദേഹത്തെ എന്തോ ഓതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, എങ്കിലും ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാവുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഇൻഫാലിബിലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിക്കൂടായ്മയാണെങ്കിൽ, മുൻ പോപ്പിന്റെ വാക്കുകളെ മാറ്റിയില്ലേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ? അതാ ഞാൻ പറഞ്ഞത്, സിനഡ് കൂടി തീരുമാനിച്ച് ഒരു ദിവസം വിശുദ്ധനാക്കുകയും അടുത്ത ദിവസം വിശുദ്ധന്റെ തസ്തികയിൽ നിന്ന് എടുത്ത് താഴെയിടുകയും ചെയ്യുമ്പോൾ, അപ്പോൾ മനുഷ്യന്റെ പ്രഖ്യാപനങ്ങളല്ലേ, അത് ദൈവം അംഗീകരിക്കുമോ? അപ്പോൾ നാം അറിയേണ്ട കാര്യം, ഈ സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ വിശുദ്ധനാണെന്നോ അല്ലെന്നോ ഒക്കെ പ്രഖ്യാപിക്കേണ്ടത് നമ്മളല്ല, അത് ദൈവമാണ്. അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾക്ക്, പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു തസ്തികയിലേക്ക് ഇരുത്തുവാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്.
ഇനി പല സ്ഥലങ്ങളിലും ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കഴിവുകൾ വിശുദ്ധർ എന്ന പദവി കൊടുത്തവർക്ക് വിളിക്കുന്നുണ്ട് എന്നും വേളാങ്കണ്ണി പള്ളിയിൽ പ്രസംഗിച്ച ആ കാത്തലിക് പ്രീസ്റ്റ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ട് കാണാം. എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥൻ, അത്ഭുത പ്രവർത്തകൻ അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തക എന്നൊക്കെ ഉള്ള ഈ വിളിച്ചു പറച്ചിലുകളും ഈ പ്രഖ്യാപനങ്ങളും തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈദികൻ അവിടെ നിന്ന് മറിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു ചെവിയിൽ കൂടെ കേട്ടു വേറൊരു ചെവിയിൽ കൂടെ പോയി. ഇനി പെന്തക്കോസുകാർ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും ഇനിയും കാത്തലിക് ഒരു പ്രീസ്റ്റ് തന്നെ പറയുമ്പോൾ അത് ഒരു വേള അംഗീകരിക്കണ്ടേ? അതും അംഗീകരിക്കാതെ ഞങ്ങൾ എന്നാലും വീണ്ടും അതിന്റെ പിന്നാലെ പോകും എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര തെറ്റായ കാര്യമാണ്. കാര്യം അവരെ ഉപദേശിക്കേണ്ട അവരുടെ ആ ഒരു അച്ഛൻ തന്നെ റോമിൽ നിന്ന് വന്ന ആ കൽപ്പന വിശദീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതും കേട്ടിട്ട് അങ്ങനെ പലരും പറയുമെന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങുന്ന മരിയോളജിയുടെ വക്താക്കളായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അത് എത്ര തെറ്റാണ് നമ്മൾ കാണിക്കുന്നത് എന്നാണ് ഓർക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, മറിയ ദൈവമല്ല. അപ്പോൾ മാതാവിനെ അല്ലെങ്കിൽ മറിയെ ദൈവത്തെ പോലെയാക്കുന്ന രീതി കത്തോലിക്ക സഭയിൽ കണ്ടു തുടങ്ങി അല്ലെങ്കിൽ പിടിച്ചു കെട്ടി നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ മറിയയ്ക്ക് കൊടുക്കേണ്ട ആരാധനയുടെ സംവിധാനങ്ങൾ കൂടി അല്ലെങ്കിൽ മറിയയ്ക്ക് കൊടുക്കുന്ന ബഹുമാനത്തിന്റെ അളവ് കൂടി അവരുടെ ഭാഷയിൽ ഹൈപ്പർ ഡൂലിയായോ ഡൂലിയായോ എന്തുമാകട്ടെ, പ്രോട്ടോ ഡൂലിയായോ എന്തുമാകട്ടെ, ഈ രീതികളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മുകളിൽ പോയി സ്ഥാനീയാകുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് മറിയെ ജനങ്ങൾ കാണുന്നത് ഇപ്പോഴല്ല, നൂറ്റാണ്ടുകളായി കാണുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു വേണ്ട തടയിടുവാൻ വേണ്ടി കഴിയാത്ത സംവിധാനമൊന്നും. അപ്പോൾ മറിയ 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 എന്ന് മാത്രം പറഞ്ഞ് ജനങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്ന ഒരു വലിയ ഒരു കുഴപ്പം വന്നു. എന്ന് പറഞ്ഞാൽ മറിയ വിശ്വാസികളുടെ അമ്മ, മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ ഇതൊക്കെ ഓരോ പേര് ഞാൻ അടുത്ത ദിവസം പറയാം. മറിയയ്ക്ക് കൊടുത്തിരിക്കുന്ന 35 പേരുകളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എന്തായാലും അവരവർക്ക് തോന്നിയ രീതിയിൽ ദൈവത്തെയും കവച്ചു വെച്ച് ദൈവിക പ്രമാണങ്ങളെയും കവച്ചു വെച്ച് വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തെയും തട്ടിമാറ്റി ഞങ്ങൾ മനസ്സിൽ കരുതി കൂട്ടിയതും കുറെ ട്രഡീഷൻസും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ ഒന്നും ഇവിടെ വിഷയമല്ല, അതാർക്ക് കാണണം എന്നുള്ള നിലയിൽ ബൈബിളിന്റെ ഉപദേശം ആർക്ക് കേൾക്കണം എന്നുള്ള നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കണം, അങ്ങനെ കാര്യങ്ങൾ പിടിവിട്ട് കണ്ടമാനം പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് ലിയോ 14 മാർപ്പാപ്പയുടെ ഈ കാലത്ത് അദ്ദേഹം വിളിച്ചു കൂട്ടിയ ആ വത്തിക്കാനിലെ സിനഡ്, ആ സിനഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ മറിയ യേശുവിനോടുകൂടി സഹമധ്യസ്ഥയല്ലെന്നും യേശുവിനോട് കൂടി ലോകത്തെ രക്ഷിക്കുന്ന ആളല്ലെന്നുമുള്ള പ്രഖ്യാപനം ലോകത്തെ ഉള്ള കത്തോലിക്കരോട് വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായത് എന്നുള്ളതാണ് ആ കാത്തലിക് വിഭാഗങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഉള്ള ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, അത് യേശു ക്രിസ്തുവാണ്. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. ഇത്രയും ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ വിശുദ്ധനായ പൗലോസ് ലീഹ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ലീഹ ഈ വാക്യം രേഖപ്പെടുത്തിയതും കാത്തലിക് വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളുകളുണ്ട്, POCയിലോ ഓശാനയിലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഞങ്ങളത് കണ്ടാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തോന്നിയവരെ ഇടയ്ക്ക് കൊണ്ട് മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഇന്റർസെസറായിട്ട് കൊണ്ട് നിർത്തിയിട്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുന്ന യേശു മാത്രം പോരാ, ഞങ്ങൾക്ക് മറിയ വേണം, അതുപോലെ പരിമലന്മാർ ഗ്രിഗോറിയോസ് വേണം, അതുപോലെ സെബസ്ത്യാനോസ് പുണ്യാളൻ വേണം എന്ന് തുടങ്ങി ഇങ്ങനെ
ഒത്തിരി പേരുടെ നിര നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനത്തിന് എന്താണ് പ്രാധാന്യം? അപ്പോൾ മധ്യസ്ഥനായിട്ട് നിൽക്കുവാൻ അവർക്ക് എന്താണ് യോഗ്യത? അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശുദ്ധ ബൈബിളിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം പത്രോസ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. അപ്പൊ പത്രോസ് ലീഹ എന്ന് വിളിച്ച്, വിശുദ്ധ പത്രോസ് എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ പള്ളികളും ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി പോയിട്ടും പത്രോസ് പറഞ്ഞ ഉപദേശം അവിടെ പോയി. അപ്പൊ പത്രോസിനെ വിശുദ്ധനാക്കുവാനായിരുന്നു കൂടുതൽ ആഗ്രഹം. പക്ഷേ പത്രോസ് പറഞ്ഞ ആ ചിന്തകൾ അവിടെ പോയി. പൗലോസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ പൗലോസ് എഴുതിയ ആ വിശുദ്ധ ഉപദേശം ഇവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞ വിശുദ്ധ ഉപദേശം തള്ളിക്കളഞ്ഞിട്ട് അവരുടെ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതിമയും ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ മെഴുകുതിരിയും കത്തിച്ച് വെച്ചാൽ ആരാധന എന്ന് പറഞ്ഞ പേരിൽ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, പൂർണ്ണമായിട്ടുള്ള വിധേയത്വം കാണിക്കുകയാണ്, പൂർണ്ണമായിട്ടുള്ള അർപ്പണം കാണിക്കുകയാണ്. ഹൈന്ദവരെ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാധാരണ വിളക്കാണ് വെക്കുന്നത്. ക്രിസ്ത്യാനികൾ ഇപ്പം വിളക്ക് വെക്കുന്നുണ്ട്, അതുപോലെ സ്റ്റാൻഡ് ലാമ്പ് വെക്കുന്നുണ്ട്, നിലവിളക്ക് വെക്കുന്നുണ്ട്, അതുപോലെ ചിരാതുകൾ വെക്കുന്നുണ്ട്. ഇതെല്ലാം വെക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും, എന്തുമാകട്ടെ. പക്ഷേ ഹൈന്ദവർ ഇങ്ങനെ ഈ അഗ്നി കൊളുത്തി ഇങ്ങനെ അവർ ദേവനെന്നോ ദേവിയെന്നോ വിശ്വസിക്കുന്ന ആ ഒരു ഐഡലിന്റെ മുൻപിൽ ചെന്ന് ഇത് കാണിക്കുമ്പോൾ അവർ ആരാധന കൊടുക്കുകയാണ്. പക്ഷേ മറിയം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് മറിയ എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ മുൻപിൽ കൊണ്ടുപോയി ആരതി ഒഴിയുകയും അതുപോലെ അവിടെ വിളക്ക് വെക്കുകയോ അല്ലെങ്കിൽ അവിടെ മെഴുകുതിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഡൂലിയ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്ത് അത് വെറും വണക്കം മാത്രമാണ്, വെനറേഷൻ മാത്രമാണ്, ബഹുമാനം കൊടുക്കുക മാത്രമാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനം എങ്ങനെ ശരിയാകും? അത് തെറ്റല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ വ്യാഖ്യാനിച്ചു വിടുമ്പോൾ ആ വ്യാഖ്യാനം ഒരുപക്ഷെ ഉൾക്കൊള്ളുമായിരിക്കാം, എന്നാലും സത്യം അതല്ല എന്ന് ഗ്രഹിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചത് മറിയല്ല, അതുപോലെ യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ള പ്രഖ്യാപനം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ആ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഒരു കാത്തലിക് പ്രീസ്റ്റ് ഈ ഒരു ഡിഗ്രി വന്നതിന് ശേഷം, ഈ ഒരു കൽപ്പന വന്നതിന് ശേഷം അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തുമ്പോഴും മറിയയ്ക്ക് കൊടുക്കേണ്ട അതിവണക്കം കൊടുക്കണമെന്നുള്ള ഒരു രീതിയും കൂടെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരേ നിലയിൽ എങ്ങനെയാണ് പോകുന്നത്? അതിവണക്കം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ കൊടുക്കുന്ന മെഴുകുതിരി അർപ്പണവും അതുപോലെ അവിടെ പോയി കുമ്പിടുന്നതും അതെങ്ങനെയാണ് ആരാധന അല്ലാതെ ആകുന്നത്? അതിന് പിന്നെ നമ്മൾ അതിവണക്കമെന്ന് മാത്രം പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഡൂലിയ എന്നുള്ള പദം വ്യാഖ്യാനിച്ച് അവർ പറയുന്ന രീതിയിൽ വെറും ഒരു വെനറേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഓണർ കൊടുക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമാണോ എന്ന് എൻ്റെ അനുവാചകരും ശ്രദ്ധിക്കണം. നിങ്ങളും ഇങ്ങനെയുള്ള ആരാധന കൊടുക്കുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് വെറും അതിവണക്കം മാത്രമാകുന്നത്? വർഷിപ്പല്ലേ, ആരാധനയല്ലേ? അത് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ബൈബിളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ഇനി മറിയ സഹരക്ഷകയാണെങ്കിൽ 90% യേശുവിനും 10% മറിയയ്ക്കും ആണോ എന്നൊരു ചോദ്യം ഇവിടെ വേളാങ്കണ്ണിപ്പള്ളിയിൽ അന്ന് പ്രസംഗിച്ച അച്ഛൻ അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്, ഇത് മറിയ പോലും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ പ്രഖ്യാപനമെല്ലാം ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രഖ്യാപനമാണ് ശരിയെന്ന് പറയുന്നു. അപ്പം മരിയോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ 100% തെറ്റായിട്ടുള്ള സംവിധാനമാണ്. അപ്പൊ മറിയയ്ക്ക് കുറച്ച് സ്ഥാനം നാം കൊടുത്താൽ, യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നതിൽ നാം വെള്ളം ചേർക്കുന്നു എന്നൊക്കെയാണ് ഈ കാത്തലിക്കിലെ പ്രീസ്റ്റ് വേളാങ്കണ്ണി പള്ളിയിൽ പ്രസംഗിച്ചത്. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണാം. അപ്പം മറിയയ്ക്ക് കുറച്ച് സ്ഥാനം, അപ്പൊ കുറച്ച് സ്ഥാനം കൊടുക്കുന്നതല്ലേ ഈ പറഞ്ഞ ഡൂലിയ?
അത് നിങ്ങൾ പറഞ്ഞ ഭാഷ തന്നെ എടുത്തോളൂ, ആ വ്യാഖ്യാനം തന്നെ എടുത്തോളൂ. ഡൂലിയ കൊടുക്കുമ്പോൾ, ഇനി മറിയയ്ക്ക് ഹൈപ്പർ ഡൂലിയ കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ജോസഫിന് അത് പ്രോട്ടോ ഡൂലിയ കൊടുക്കുമ്പോൾ, മറ്റ് വിശുദ്ധന്മാരെന്ന് പറയുന്നവർക്ക് അവർക്ക് ഡൂലിയ കൊടുക്കുമ്പോൾ ലാട്രിയ അല്ല എന്ന് വാദിച്ചിട്ട് ഈ സ്ഥാനം കൊടുക്കുകയല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സത്യമറിയാതെ ആ ഒരു പുരോഹിതൻ പറഞ്ഞുപോയി, മറിയയ്ക്ക് കുറച്ച് സ്ഥാനം നാം കൊടുക്കുമ്പോൾ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നതിൽ നാം വെള്ളം ചേർക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ ശരിയല്ലേ? അപ്പോൾ സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ നാം ദുരാചാരങ്ങൾ കൂടി, ചില ഉദാരവാചങ്ങൾ കൂടിയും ചില വസ്തുക്കൾ കൂടിയും രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന പ്രമാണത്തിൽ നാം വെള്ളം ചേർക്കുകയാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു പിടിപ്പിച്ചു. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. നടപടികൾ എന്ത് വരുമെന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് മനസാക്ഷിയിൽ കുത്തിലുണ്ടായിരിക്കാം ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ. അതുകൊണ്ടായിരിക്കാം സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ആവേശം കൊണ്ട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കാര്യമായിട്ട് പറയുവാൻ അവിടെ നിൽക്കുകയാണ്. അപ്പം വെറും ആവേശം കൊണ്ടോ ഒരു വൈകാരിക പ്രകടനം കൊണ്ടോ ഒന്നും അദ്ദേഹം ഇത് പറഞ്ഞതല്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംവദിച്ചതാണ്. അപ്പോൾ അതിനുശേഷം കേട്ടവരിലും ഇനിയും കേൾക്കുന്നവരിലും ബാക്കി കത്തോലിക്കരിലും മറിയയെ വണങ്ങുന്നവരിലും ഒക്കെ എന്ത് വ്യതിയാനം ഉണ്ടാകുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ ആരാധന കാത്തലിക്കിലെ ഒരു കാത്തലിക്കിലെ ഈ അടുത്ത സമയങ്ങളിലൊക്കെ കാണുന്ന ഒരു ധ്യാന പ്രസംഗനായ അച്ഛനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു വേള കേട്ട് കാണാം. അദ്ദേഹം പറഞ്ഞത് മറിയയ്ക്ക് കൊടുക്കുന്ന ആരാധന അത് പിശാചിനുള്ള ആരാധനയാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നന്മ നിറഞ്ഞ മറിയമേ തമ്പുരാന്റെ അമ്മേ നിനക്ക് സ്വസ്തി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എന്ന് പിന്നെന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, മറിയ എന്ന് പറയുന്നത് ആരാധ്യ വസ്തുവാണോ? വർഷിപ്പിംഗ് ഓബ്ജക്റ്റ് ആണോ? ഡീറ്റി ആണോ? അപ്പോൾ ആണെങ്കിൽ ദൈവമായിരിക്കും. ഇനി ദൈവമല്ലെങ്കിൽ ആരാധനയ്ക്ക് അപ്പോൾ അതിവണക്കം എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ കൂടിയും അത് കാണിക്കണം. അപ്പോൾ മറിയയെക്കുറിച്ചുള്ള അടുത്ത കാര്യങ്ങൾ, ഞാൻ മറിയ വണക്കത്തെക്കുറിച്ചുള്ള അടുത്ത കാര്യങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. നിങ്ങൾ ഈ കാര്യമായിട്ട് ഈ എൻ്റെ വാക്കുകൾ കേൾക്കുകയും മനസ്സിരുത്തി ഒന്ന് പഠിക്കുകയും ചെയ്യുക. അടുത്ത ഭാഗവുമായിട്ട് മറിയയെക്കുറിച്ചുള്ള പ്രസക്തമായ അടുത്ത ഭാഗങ്ങളുമായിട്ട് ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ മുൻപിൽ വരും. സർവശക്തനായ കർത്താവ് സത്യ ആരാധനയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്നോർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുതിർന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.